കനലെരിയുന്നൊരു ബാല്യത്തിൻ കഥ ചൊല്ലാം ചെവികൊള്ളുക. ചടുലതയാർന്നൊരു ജീവിതം ഉണരാൻ ഒരുമിക്കൂ പ്രിയരേ. എരിപുകയുടെ വിധിയെഴുതണ കളിവിളയാട്ടം, ഇത് മധ്യജന്മ പോർവിളിയുടെ കരവിരുതാട്ടം. എരിയണ കനല് 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 എരിയുമിവിട ഒരു ജന്മം. അണയുമഴകിൽ പൂക്കൾ പൂക്കുമതുമൊരു കനവ്. പകരുക നന്മബോധമെന്നുമെന്നും അറിവില്ല ബാല്യത്തിനു ചിറകുറച്ചു പാറുവാനൊരിടമൊരുക്കുക, നമ്മൾ തുണയൊരുക്കുക. എരിപുകയുടെ വിധിയെഴുതണ കളിവിളയാട്ടം, ഇത് മധ്യജന്മ പോർവിളിയുടെ കരവിരുതാട്ടം. വഴി യുദ്ധഭൂമിയാക്കിടുമീ തലമുറയുടെ അലമുറകൾ കേട്ടു കേട്ടു സ്വയമുരുകിടവേ. നിലയുയരണം ഈ ജന്മം, പുകയരുതീ ചെറുബാല്യം. ഒരുമയാർന്നു വളരേണം ഒരു കുടക്കീഴിൽ. നാം ഉണരുക ഈ സുന്ദരമാം അമ്മ ഭൂമിയെ വണങ്ങി. അഴകി പുതുമ നിറയും ഇവിടം സ്വർഗമാക്കിടാം, വള്ളുയിരു കാത്തിടാം. ഒരു കനവ് 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 ജയമുറച്ച പുതുഭൂമിയിൽ അരിയ ചിത്രശലഭമായി ബാല്യ ചിന്തകൾ എന്നും മൂല്യമേകിടാം. എരിപുകയുടെ വിധിയെഴുതണ കളിവിളയാട്ടം, ഇത് മധ്യജന്മ പോർവിളിയുടെ കരവിരുതാട്ടം. എരിയണ കനല് 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 എരിയുമിവിട ഒരു ജന്മം. അണയുമഴകിൽ പൂക്കൾ പൂക്കുമതുമൊരു കനവ്. പകരുക നന്മബോധമെന്നുമെന്നും അറിവില്ല ബാല്യത്തിനു ചിറകുറച്ചു പാറുവാനൊരിടമൊരുക്കുക, നമ്മൾ തുണയൊരുക്കുക. കനലെരിയും ബാല്യം.
ഈ ന്യൂസ് ഇന്നലത്തെ പത്രത്തിലുണ്ട്, എൻ്റെ വൈകുന്നേരത്തെ പത്രത്തിൽ. എന്തു പറ്റി ചേട്ടാ? എന്താ പ്രശ്നം? കാര്യം പറ, നമ്മോട് പറയാം. എന്താ സംഭവം? കാര്യം പറയട്ടാ. കാര്യം പറയുന്ന ഒന്ന് മാറുമോ? കൃഷ്ണേട്ടൻ ആനന്ദം തളിരിടും അക്ഷരക്കൂട്ടിലൊരായിരം തുമ്പകൾ നാം വിടുന്നു. തുമ്പയ്ക്കു തളിർക്കുവാൻ മുൻപിലായി നിലകൊള്ളും താതനും മാതാവുമാ ഗുരുവും. ദൈവചിന്തകളോരോരോ മനസ്സിലും സന്താപമകലാനായി കൈകൂപ്പിടാം. അക്ഷരദേവത അൻപോടെ വന്നെന്നും വിളയാടിടേണമിന്നെൻ മനസ്സിൽ. തെറ്റുകുറ്റങ്ങളിലിന്നുമെന്നും സദാ മുക്തിയേകിടണം സർവശക്ത. ഉള്ളിന്റെ ഉള്ളിലെ അറിവിന്റെ കലവറ നന്മകൾ ചെയ്തിടാൻ കനിവേകണേ. തിരുനാവിൻ തുമ്പിൽ നിന്നുതിരുന്നീ മൊഴിയും നീ നല്ലൊരു നാളെ തീർത്തിടട്ടെ. നല്ലൊരു നാളെ തീർത്തിടട്ടെ. ആനന്ദം തളിരിടും അക്ഷരക്കൂട്ടിലൊരായിരം തുമ്പകൾ നാം വിടുന്നു. തുമ്പയ്ക്കു തളിർക്കുവാൻ മുൻപിലായി നിലകൊള്ളും താതനും മാതാവുമാ ഗുരുവും. ദൈവചിന്തകളോരോരോ മനസ്സിലും സന്താപമകലാനായി കൈകൂപ്പിടാം. അക്ഷരദേവത അൻപോടെ വന്നെന്നും വിളയാടിടേണമിന്നെൻ മനസ്സിൽ. വിളയാടിടേണമിന്നെൻ മനസ്സിൽ. വിളയാടിടേണമിന്നെൻ മനസ്സിൽ. പുതിയ അധ്യയന വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. സ്കൂളിലെത്തിയിരിക്കുന്ന മുഴുവൻ കുട്ടികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും ഈ വിദ്യാലയത്തിലെ മുഴുവൻ സ്റ്റാഫുകളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ സദാശിവൻ സാറിനെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ നമ്മുടെ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും A+ നേടിക്കൊണ്ട് വിജയിച്ച വിവരം ഇതിനോടകം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും കഴിഞ്ഞ വർഷത്തെ മികച്ച PTA-ക്കുള്ള അവാർഡ് നമ്മുടെ വിദ്യാലയമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. അങ്ങനെ സംസ്ഥാന തലത്തിൽ തന്നെ നമ്മുടെ വിദ്യാലയം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഈ വിജയത്തിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് നിങ്ങളൊക്കെ തന്നെയാണ്. ഇനിയും വരുന്ന ആളുകളിൽ നിങ്ങളുടെയൊക്കെ സഹകരണത്തോടെ ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അവസരം ഈ വിദ്യാലയത്തിലെ കലാകാരന്മാരെ അനുമോദിക്കാൻ കൂടി പ്രയോജനപ്പെടുത്തുന്നു. അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്
നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഈ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റു കാര്യങ്ങൾ സ്റ്റാഫ് സെക്രട്ടറി ചന്ദ്രമോഹൻ സാർ സംസാരിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഇന്ന് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളൊക്കെ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിൽപ്പെട്ട ചേലക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിന് ഈ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ഈ നാടിൻ്റെ അഭിമാനമാണ്. ഇത്രയും മികച്ചൊരു വിജയം കൈവരിച്ച ഇവിടുത്തെ കുട്ടികളോടും ഇവരെ വിജയപഥത്തിലേക്ക് എത്തിച്ച ഇവിടുത്തെ ഹെഡ്മാസ്റ്ററോടും അധ്യാപകരോടും അതുപോലെ തന്നെ ഇവിടുത്തെ രക്ഷിതാക്കളോടും എനിക്കുള്ള നന്ദിയും സന്തോഷവും ഞാനിവിടെ അറിയിക്കുകയാണ്. വിദ്യാഭ്യാസമെന്ന് പറയുന്നത് വെറും തൊഴിൽ നേടാൻ മാത്രമുള്ളതല്ല, അത് നന്മയും കാരുണ്യവും നിറഞ്ഞതായിരിക്കണം. പൗരബോധമുള്ളവരായിരിക്കണം ഓരോ വിദ്യാർത്ഥിയും. അതിനുദാഹരണമാണ് ഈ സ്കൂളിലെ കുട്ടികൾ തന്നെ. ഇനിയും ഇത്തരത്തിലുള്ള വിജയം പൊതുവിദ്യാലയങ്ങളുടെ മാറ്റുകൂട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലക്ക് നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായ ഒരു കാര്യം ഞാനിവിടെ അറിയിക്കുകയാണ്. ഈ വർഷം തന്നെ ഈ വിദ്യാലയത്തിലെ 10ാം ക്ലാസ്സിലെ എല്ലാ ഡിവിഷനുകളും സ്മാർട്ട് ക്ലാസ് റൂമാക്കുന്നതിനുള്ള ഫണ്ട് അനുവദിച്ചതായി എല്ലാവരെയും അറിയിച്ചിരിക്കുന്നു. ഇവിടേക്കുള്ള യാത്രയിൽ നിങ്ങളുടെ ഹെഡ്മാസ്റ്റർ മനുവിനെക്കുറിച്ച് പറയുകയുണ്ടായി. വളരെ വേദനാജനകമായിരുന്നു ആ കഥ. മദ്യം, മയക്കുമരുന്ന്, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങളെ ആരെങ്കിലും പ്രേരിപ്പിച്ചാൽ ഉടൻ നിങ്ങളത് നിങ്ങളുടെ മാതാപിതാക്കളെയോ അധ്യാപകരെയോ അറിയിക്കണം. മനുവിൻ്റെയും കുടുംബത്തിൻ്റെയും ആ അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവരുത്. ഈ പ്രതിജ്ഞ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. മറക്കോ നിങ്ങൾ? പഠിക്കുക, രാജ്യസ്നേഹികളായി വളരുക. നന്ദി, നമസ്കാരം. നമ്മുടെ വിശിഷ്ടാതിഥി വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അവർകളെ, അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, സഹപ്രവർത്തകരെ, നമ്മുടെ ഈ വിദ്യാലയത്തിൽ കഴിഞ്ഞ വർഷം വളരെ നല്ല നിലയിൽ പേരും പ്രശസ്തിയും നമുക്ക് ആർജിക്കുന്നതിന് സാധിച്ചു. നമ്മുടെ കേരളത്തിൽ തന്നെ PTA-ക്കുള്ള അവാർഡ്, സംസ്ഥാന തലത്തിലുള്ള അവാർഡ് ഈ വിദ്യാലയം കരസ്ഥമാക്കി. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ നിന്നും മുഴുവൻ കുട്ടികളെയും വിജയിപ്പിക്കുക മാത്രമല്ല, മുഴുവൻ കുട്ടികൾക്കും A ഗ്രേഡ് നേടി വിജയിപ്പിക്കാൻ നമ്മുടെ ഈ വിദ്യാലയത്തിന് സാധിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ മറ്റു പല കാര്യങ്ങളിലും നമ്മുടെ വിദ്യാലയം മേന്മ പുലർത്തുന്നു എന്നത് ഇവിടെ ഹെഡ്മാസ്റ്റർ പറഞ്ഞിട്ടില്ല. ആ കാര്യങ്ങളിലേക്കാണ് ഞാൻ കടക്കുന്നത്. നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഒട്ടനവധി സിനിമകളിൽ നായകവേഷം അഭിനയിച്ചുകൊണ്ട് ഇതിനോടകം പേരും പ്രശസ്തിയും ആർജിച്ച ശ്രീമാൻ നിരഞ്ജൻ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം സ്കൂൾ യുവജനോത്സവത്തിൽ സംഗീത മത്സരത്തിൽ സംസ്ഥാനത്ത് A ഗ്രേഡോടുകൂടി 1ാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ അഭിമാന ഭാജനമായ ഹരിത നാരായണൻ. നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും ചില ദുഃഖസത്യങ്ങൾ നിങ്ങളെ ഞാനിവിടെ അറിയിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിൽ വളരെ നല്ല നിലയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു മനു. ആ കുട്ടിക്ക് നേരിട്ട ചില ദുരന്ത അനുഭവങ്ങൾ
അതിവിടെ വിവരിക്കുന്നതിന് ആ കുട്ടിയുടെ പിതാവ് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, നമ്മുടെ കൃഷ്ണേട്ടൻ. അദ്ദേഹം തൻ്റെ അനുഭവം ഇവിടെ വിവരിക്കുന്നതായിരിക്കും. ഇതിനായി അദ്ദേഹത്തെ നിങ്ങൾക്കേവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഞാൻ കൃഷ്ണൻ. ഈ സ്കൂളിൽ +2 പഠിക്കുന്നതിനിടയിൽ നിങ്ങളെ വിട്ടുപിരിഞ്ഞ മനുവിൻ്റെ അച്ഛനാണ്. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളുടെ മോൻ താഴത്തും തറയിലും വയ്ക്കാതെ ഞങ്ങളവനെ വളർത്തി. 10ാം ക്ലാസ് വരെ നന്നായി പഠിച്ചു. മനു, എന്തുറക്കേ ചെക്കൻ? ഗണിക്കുന്നില്ലേ നീ? ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ പ്രവേശിപ്പിച്ച മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ചികിത്സയോടെ പ്രതികരിക്കുന്നതായി ഇവളെപ്പം തുണി കഴുകിയിട്ടാലും കാണൂല. ഞാൻ ആ റൂമിൽ തന്നെ വെച്ച കൃഷ്ണേട്ടാ. ശരീരത്തിലെ പ്രധാന അവയവങ്ങളുടെ പ്രവർത്തനം തൃപ്തികരമാണെന്നും അണുബാധ നിയന്ത്രണത്തിലാകുന്നതുവരെ അദ്ദേഹം അച്ഛന്റെ ഷർട്ട്. ആഹാ, ഇന്ന് നേരത്തെയാണല്ലോ. അണുബാധയെ തുടർന്നാണ് അച്ഛാ, എനിക്കൊരു 100 രൂപ വേണമായിരുന്നു. എന്തിനാ ഇപ്പൊ 100 രൂപ? അത് ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാം കൂടി ബീച്ചിൽ പോകുന്നുണ്ട്, അതിനു വേണ്ടിയാ. അതേ, കാശുണ്ടെങ്കിൽ എടുത്തു കൊടുക്ക് കൃഷ്ണേട്ടാ. അവനല്ലാതെ വേറെ ആർക്കു വേണ്ടിയാ സമ്പാദിക്കുന്നത്? അതെ കൃഷ്ണേട്ടാ, വൈകുന്നേരം വരുമ്പോ കുറച്ച് പച്ചക്കറി വാങ്ങണം, മോന് കുറച്ച് പലഹാരങ്ങളും. അച്ഛാ, ഓ, പൈസ മറന്നു. എന്താ രാജു പുതിയ വാർത്ത? പതിപോലെ തന്നെ പീഡനവും കള്ളക്കെടുത്തു, അല്ലാതെന്ത്? കഴുത്തറുത്തു വീട്ടിൽ കവർച്ച. നോക്കട്ടെ. അതവിടെ നിൽക്കട്ടെ, ഇത് കണ്ടോ? 17 വയസ്സ് പ്രായമുള്ളൊരു യുവാവിനെ 500 പാക്കറ്റ് പാൻപരാഗുമായി കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നും പോലീസ് പിടികൂടി. കോളേജ് വിദ്യാർത്ഥികൾക്കാണെന്നും ഇതുപോലെ പലതവണ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ടെന്നും ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. അങ്ങനെ പിള്ളേരെ മാത്രം പറയണ്ട, വലിയൊരു ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിരോധിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൃഷ്ണേട്ടാ. ആവശ്യക്കാരന് സാധനം ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഇവനൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ നല്ലത്. അങ്ങനെയെങ്കിൽ ആദ്യം നിന്നെ പിടിക്കണം. നീയല്ലേ ശനിയാഴ്ച നിന്റെ അയൽവാസി ചെക്കനെ ബ്യൂറോയിലേക്ക് ഫുൾ വാങ്ങാൻ അയച്ചത്? എന്താണോ ഇത്? തേങ്ങ. അത് അപ്പുറത്ത് ഇറക്കിയാൽ മതി. ശരി.
നടക്കുന്നോട്ട്. വാതിലും തുറന്നു വെച്ചിട്ട് ഇവളിത് എവിടെ പോയി കിടക്കുക? ഛേ, അമ്മണി, അമ്മണി. കൃഷ്ണേട്ടാ, കള്ളന്മാരുടെ കാല, നീ ഇത് എവിടെ പോയി കിടക്കുക? ആ കള്ളന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാ മനുവിനെ അന്വേഷിച്ച് കുറച്ച് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. പക്ഷേ ഇതുവരെ കാണാത്തവരവർ. അതാരെ ഇപ്പം പുതിയ ആൾക്കാർ? നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉടനെ അവൻ എണീറ്റ് ചായ കുടി കഴിഞ്ഞ് പോകാനിറങ്ങും. എവിടേക്കെന്ന് ചോദിച്ചാ ക്രിക്കറ്റ് കളിക്കാനെന്ന മറുപടി. പക്ഷെ കൃഷ്ണേട്ടാ, അവന്റെ കൂട്ടുകാരന്റെ അമ്മ പറഞ്ഞു ചില അന്യദേശ തൊഴിലാളികളുമായി അവന് കൂട്ടുണ്ടെന്ന്. അവർ എല്ലാവിധ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാറുണ്ടത്രേ. ഇന്നും രാവിലെ ഒരാൾ വന്നിരുന്നു. ആരാണെന്ന് ചോദിച്ചിട്ട് അവനൊന്നും വേണ്ടിയില്ല. കുറച്ചു സമയം വർത്താനം പറഞ്ഞ് അവൻ അയാളുടെ കൂടെ പോയി. ഇവരാ രാവിലെ ഇവനെ കൂട്ടിക്കൊണ്ടുപോയത്. എവിടെയായിരുന്നു നീ? ഇപ്പൊ സമയത്തിലാന്നറിയോ? ഇവിടെ അമ്മ ഒറ്റക്കാണെന്ന് അറിയാലോ. അതാരാ നിന്റെ കൂടെ ഉണ്ടായിരുന്നവർ? അതെന്റെ കൂട്ടുകാരാച്ചാ. ഇതിനു മുമ്പ് അവരൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ, നാളെ മുതൽ എവിടേക്കും പോണ്ട, ക്ലാസ് തുടങ്ങാൻ പോവാ. മോനെ, ചായ എടുക്കട്ടെ? ചായ വേണ്ട, ഒന്നും വേണ്ട. കുറച്ച് മനസമാധാനം മതി. ദേ ഇങ്ങോട്ട് നോക്കിയേ, മനുവിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഇതെന്താ? ഇതെന്താണെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്താണിത്? ഇത് എവിടുന്ന് കിട്ടി? ഓ, അതൊരടക്ക പാക്കറ്റാ. നിന്റെ വായിൽ എപ്പോഴെന്താ ഏത് സമയം തുപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഓ, അതിന്നൊരു അടക്ക കഷ്ണം വായിലിട്ടു. അതാ എപ്പോഴും തുപ്പിക്കൊണ്ടിരിക്കുന്നത്. എടാ, ഇതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാധനവും ഉപയോഗിക്കരുത്. ഇതൊക്കെ ശരീരത്തിന് മോശമാണെന്ന് അറിഞ്ഞൂടെ? എന്തൊക്കെ രോഗങ്ങളാണ് വരുന്നതെന്നറിയോ? ഇതൊന്നു മതി മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും വഴിതെറ്റി അതിനടിമയാകാൻ. പിന്നീട് ഒരിക്കലും അതിന് മോചനവുമില്ല. എൻ്റെ മോൻ അങ്ങനെ ആകരുത്. ഈ ശീലങ്ങളൊക്കെ ഒഴിവാക്കണം. अरे ये तीनों को भी साथ में रखो. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നൃത്തത്തെ പറ്റിയുള്ള ക്ലാസ്സാണ്. നൃത്തത്തിൽ അല്ലെങ്കിൽ ഏത് ദൃശ്യകലയിലും അഭിനയത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് അഭിനയം എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ?
ആർക്കും അറിയില്ല? എപ്പോഴാണ് അഭിനയം നന്നായി എന്ന് നമ്മൾ പറയുന്നത്? യെസ്, പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. മുഖത്തിലുണ്ടാവുന്ന എക്സ്പ്രഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്. കുട്ടി പറഞ്ഞത് വളരെ കറക്റ്റാണ്. എക്സ്പ്രഷൻ അഭിനയമാണ്. ഇതുകൂടാതെ വേറെയും 3 അഭിനയങ്ങളുണ്ട്. നമ്മൾ അഭിനയിക്കുമ്പോൾ എക്സ്പ്രഷൻ വേണമെന്നില്ല. ഇപ്പോൾ ഒരു വേഷം കാണുമ്പോൾ, ഒരു പിച്ചക്കാരൻ്റെ വേഷം കണ്ടാൽ അറിയാം ഒരു പിച്ചക്കാരനാണെന്ന്. അതിന് എക്സ്പ്രഷൻ ആവശ്യമില്ല. അതും അഭിനയമാണ്. പിന്നെ വാക്കുകൾ കൊണ്ട് അഭിനയിക്കാൻ പറ്റും. ഒരേ കാര്യം പല രീതിയിൽ പറയാൻ വേണ്ടി കഴിയും. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഭിക്ഷക്കാരൻ്റെ കാര്യത്തിൽ, ഒരു ഭിക്ഷക്കാരനാണെന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ല. അയാളുടെ വേഷങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ അയാളുടെ രൂപം കൊണ്ടും നമുക്കറിയാം അതൊരു ഭിക്ഷക്കാരനാണെന്ന്. കിരീടം ധരിച്ച് രാജകീയ വേഷമൊക്കെ ധരിച്ചു വരുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഭിക്ഷക്കാരനാണെന്ന് പറയുകയല്ല. അത് രാജാവാണെന്ന് നമുക്കറിയാം. അതാണ് ആഹാര്യാഭിനയം. വസ്ത്രങ്ങളിലൂടെയും ആഭരണങ്ങളിലൂടെയും ആശയം പ്രകടിപ്പിക്കുകയാണ് അവിടെ വരുന്നത്. സാത്വികാഭിനയം എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നതാണ് സാത്വികാഭിനയം എന്ന് പറയുന്നത്. ബാക്കി 3 അഭിനയങ്ങളും പുറത്തുനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ആഹാര്യാഭിനയമായാലും വാചികാഭിനയമായാലും ആംഗികാഭിനയമായാലും പുറത്തുനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അഭിനയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന്. എന്ത് പറ്റി? ക്ലാസ്സിൽ ഉറങ്ങുക? എന്താ പ്രശ്നം? എണീറ്റേ. എന്ത് പറ്റി നിനക്ക്? ഭക്ഷണം കഴിച്ചില്ലേ രാവിലെ? എന്താ പ്രശ്നം? ക്ലാസ്സിൽ ഇവനെ കൊണ്ട് വലിയ പ്രശ്നം ടീച്ചറെ. എന്താ പ്രശ്നം? ക്ലാസ്സിൽ ഒന്നും ശ്രദ്ധിക്കുകയല്ല. ക്ലാസ് എടുക്കുമ്പോൾ ഉറങ്ങുന്ന മാതിരിയുണ്ട്. ഞാൻ ചോദിച്ചു വല്ല അസുഖമുണ്ടോ മരുന്നുണ്ടോ ഒരു മറുപടിയില്ല. എന്റെ സംശയം പിന്നെ മറ്റെന്തോ പ്രശ്നമുണ്ടോ എന്നാണ് എന്റെ സംശയം. പല ക്ലാസ്സിലും ടീച്ചേഴ്സ് നിന്നെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്നുണ്ട് മനു. ഇനി ഇങ്ങനെ ആയാലും പറ്റില്ല. പേരൻസിനെ അറിയിച്ചേ പറ്റൂ. അമ്മേ, കൃഷ്ണേട്ടാ, എന്തൊരുറക്കം നിങ്ങൾ ഇന്നലെ രാത്രി. മനു ഭയങ്കര ഞരക്കും മൂളലുമായിരുന്നു. നിങ്ങൾ ഒരുപാട് വിളിച്ചു. അവന് ഭയങ്കര പല്ലുവേദന എന്നാ പറഞ്ഞേ. ഇന്നലെ ഒരുപാട് ലോഡുണ്ടായിരുന്നു. വന്നു കിടന്ന ഉടനെ അങ്ങേ ഉറങ്ങിപ്പോയി. ആ, ഞാൻ അവനൊന്ന് വിളിക്കട്ടെ. അവൻ നല്ല ഉറക്കാ. മനു, എന്തൊരുറക്ക ചെക്കൻ. എണീക്കടാ, ഞാൻ ചായ എടുത്തിട്ട് വരാട്ടോ. സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ, ഭയങ്കര വേദനയാ. ആ, ഞാൻ അച്ഛനോട് പറയാം. കൃഷ്ണേട്ടാ, മോന് വേദന കുറവില്ല. വേഗം ഡോക്ടറെ കാണിക്കണം. ഇപ്പൊ തന്നെ പോണം. ഇന്ന് ഞായറാഴ്ച ലമ്മണി, ഡോക്ടർ ഉണ്ടാവില്ല. നമുക്ക് നാളെ രാവിലെ തന്നെ പോകാം. വേണമെങ്കിൽ ആ പല്ലു ഒടിപ്പിക്കാം. തൽക്കാലം മെഡിക്കൽ സ്റ്റോർ പോയിട്ട് 2 ഗുളിക വാങ്ങിച്ചു വരാം. ഭയങ്കര വേദനയാച്ചാ.
നല്ല വേദനയുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കാതെ വേഗം പോയി വാ. എന്നാ പോവാം. കൃഷ്ണേട്ടാ മോനെന്ത് പറ്റി? പല്ലുവേദനയാ, ഇപ്പൊ തീരെ വയ്യ. ആ വരൂ, ഇരിക്കൂ. ഇതിനു മുൻപ് എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇല്ല സർ. എന്താ? അമ്മയും മോനും കുറച്ചു നേരം പുറത്തിരുന്നുള്ളൂ. സി മിസ്റ്റർ കൃഷ്ണൻ, നിങ്ങൾ സംയമനം പാലിക്കണം. എനിക്ക് ചിലത് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളുടെ മകൻ കുറച്ചധികം കാലമായി പാൻപരാഗ്, ഹാൻഡ്സ് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ അവൻ്റെ വായ്ക്കകത്തുള്ള വ്രണം. കാലൻ്റെ രൂപമാണ് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾക്ക്. പറയാതിരിക്കാൻ വയ്യ. ഇത്തരം പദാർത്ഥങ്ങളുടെ ഉപയോഗം ഇപ്പോൾ അവനെ ഒരു ക്യാൻസർ രോഗിയായി മാറ്റിയിരിക്കുന്നു. എന്റെ മോന്റെ അസുഖം മാറില്ല ഡോക്ടർ. ആണായിട്ടും പെണ്ണായിട്ടും അവ മാത്രമേ നമുക്കുള്ളൂ. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ നിധിയാണവൻ. ഏതൊരു ഹോസ്പിറ്റലിലും കൊടുക്കാൻ കഴിയുന്ന ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്കിവിടെ കൊടുക്കാൻ കഴിയും. പക്ഷെ കൃഷ്ണേട്ട, നിങ്ങൾ കുറച്ചധികം താമസിച്ചു പോയി. ഇനിയൊരു തിരിച്ചറിവ് സാധ്യമല്ല. മാതാപിതാക്കൾ ഒരു പരിധിവരെ കുട്ടികളെ ശ്രദ്ധിക്കണം. എല്ലാവർക്കും അവരുടെ മക്കൾ നല്ലത് തന്നെ ആയിരിക്കും. പക്ഷെ അവരുടെ കൂട്ടുകെട്ട്, ആവശ്യത്തിൽ കൂടുതലുള്ള പണം, ഇതൊക്കെ മതി ജീവിതം തന്നെ മാറ്റിമറിക്കാൻ. ഇടയ്ക്കെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈസിയായി രക്ഷിക്കാൻ കഴിഞ്ഞേനെ. ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. കൃഷ്ണേട്ടാ, ഡോക്ടർ എന്താ പറഞ്ഞേ? എന്തെനിക്ക് പറ്റിയത്? എന്റെ അസുഖം മാറൂല. ഡോക്ടർ എന്താ പറഞ്ഞേ? എല്ലാവരും ഉണ്ടല്ലോ. വാമാഷ കയറിയിരിക്കും. മനു എവിടെ? അവനകത്തുണ്ട്. വാ. ഞാൻ കുറച്ച് ദിവസം ലീവായിരുന്നു. കുട്ടികൾ പറഞ്ഞ മനു ക്ലാസ്സിൽ വരാത്ത വിവരം അറിഞ്ഞത്. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാഷേ.
എന്നാൽ ഞാൻ മോനെ ഒന്ന് മോനെ ഞാൻ കണ്ടു. ധൈര്യമായിരിക്കെ. ചീത്ത കൂട്ടുകെട്ട് കൂടുമ്പോഴും ചീത്ത വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് അവനൊന്ന് ഉപദേശിക്കാമായിരുന്നില്ലേ? അവൻ നിങ്ങളുടെയും കൂടെ കൂട്ടുകാരനായിരുന്നില്ലേ? അതുകൊണ്ടല്ല അച്ഛാ, അവൻ ഞങ്ങളുടെ തന്നെ കൂട്ടുകാരൻ തന്നെയാ. പക്ഷേ അതവൻ തിരിച്ചറിഞ്ഞില്ല. ഞങ്ങൾ എത്ര വിളിച്ചിട്ടും അവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാറില്ല. മാത്രമല്ല ഒഴിവ് ദിവസങ്ങളിലെ കളികളിൽ അവൻ കൂടാറില്ല. അവന് അന്യസംസ്ഥാനക്കാരുമായിട്ടാണ് കമ്പനി. ഓരോ ദിവസവും അവൻ ഓരോരോ കൂട്ടുകെട്ടാ. എല്ലാവരും കുറച്ചു നേരം കൂടി നിന്നിട്ട് എന്തൊക്കെയോ പാക്കറ്റിൽ നിന്നെടുത്ത് കഴിക്കുന്നത് കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ അവരവനോട് കാശ് വാങ്ങുന്നത് കണ്ടിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഒന്നിനും അവന് മറുപടിയില്ല. അവരുമായി കമ്പനി വേണ്ടെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കാത്ത മട്ടിൽ പോവും. സർ, ഇതുപോലെ ഒരുപാട് പാക്കറ്റ് മനുവിൻ്റെയും ഹിന്ദിക്കാരുടെയും കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മാരകമായ വിഷമടങ്ങിയ ഒരു ലഹരി പദാർത്ഥമാണിത്. ഇതിൽ കുപ്പിച്ചില്ലുകൾ പോലും പൊടിച്ചു ചേർത്തിട്ടുണ്ട്. ചെറിയ തോതിലുള്ള ഉപയോഗം പോലും മതി ആളെ ഇതിൻ്റെ അടിമയാക്കി മാറ്റാൻ. ക്രമേണ വായിലെ തൊലി ദ്രവിച്ച് വായിലും ചുണ്ടിലും ദ്വാരങ്ങൾ വീണ് ക്യാൻസറിന് വരെ കാരണമാവും, പിന്നീട് മരണത്തിലും. എന്താ സുഖം, മുഖമെല്ലാം നീര് വെച്ച് ഉയർത്തിട്ടുണ്ടെന്ന് എന്റെ വീട്ടിലും പറയുന്നുണ്ടായിരുന്നു. അമ്മു, നീ പത്രവാർത്ത എഴുതിയാ? നിന്റെ ഡയറി എനിക്കൊന്ന് നോക്കി എഴുതാൻ തരുവാ? തരുന്നതിന് കുഴപ്പമൊന്നുമില്ല, ബെല്ലടിക്കും മുമ്പേ തിരിച്ചു തരണം. ഡാബി, പുറകോട്ട് നോക്കി ആരാ വരുന്നേന്ന്. ഹരിതയ്ക്ക് ഇപ്പൊ കൊറേ സിനിമ ഉണ്ടെന്ന് കേട്ടു. ഇപ്പൊ ഏത് സിനിമയിലാ അഭിനയിക്കണേ? അത് ലഹരിക്കെതിരെയുള്ള ഒരു സിനിമയാ. ഓ, അപ്പൊ തിയേറ്ററൊന്നും വരില്ല അല്ലേ? അത് സർക്കാരിന്റെ ബോധവൽക്കരണ സിനിമയാ. അത് തിയേറ്ററിലൊന്നും വരില്ല. അപ്പോ നമ്മള് സ്കൂളിൽ വരുമോ? ആ, വരുമല്ലോ. അച്ചു മോളെ, അച്ഛനും ഒന്ന് സ്കൂളിലാക്കണം. കൃഷ്ണേട്ടാ, മനുവിനെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. പണത്തിൻ്റെ കാര്യത്തിൽ വിഷമിക്കണ്ട. ഞങ്ങളെല്ലാവരും ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയാൽ അത്യാവശ്യത്തിലുള്ളത് കിട്ടും. പിന്നെ നിങ്ങളുടെ കാര്യമായതുകൊണ്ട് 10 തരുന്നവർ 100 തരും. അത് ശരിയാ. പക്ഷേ എന്താ ചേട്ടാ, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. അവനല്ലാതെ ആർക്കു വേണ്ടി നമ്മൾ സമ്പാദിക്കുന്നത്? ഡോക്ടർ പറഞ്ഞത് എൻ്റെ മകൻ എന്നെ അധികം നല്ലെന്ന. പിന്നെ എന്തിനാണോ പണം? കുഞ്ഞുമക്കളെ വഴിതെറ്റിച്ച് മരണത്തിലേക്ക് വിടുന്നവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം. ഒരു ലഹരി പദാർത്ഥവും ഇനി ഒരാളുടെ ജീവൻ എടുക്കാൻ പാടില്ല. എല്ലാം തടയണം. അവനവനിൽ വരുമ്പോഴാണ് ഇതിന്റെ ആഘാതം എത്രയെന്ന് മനസ്സിലാവുന്നത്. ജനങ്ങൾ ബോധവാന്മാരാകണം. ഒറ്റക്കെട്ടായി നിന്ന് ശക്തമായി പോരാടണം, പ്രതിരോധിക്കണം.
മോനെ, മനു, മനു, മോനെ, എഴുന്നേക്ക് മോനെ. അമ്മ ഇതാ നിനക്ക് ഇഷ്ടമുള്ള ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. മോനെ, മോനെ, മനു, മോനെ, മോനെ, മനു, മോനെ, മനു, കൃഷ്ണേട്ടാ. അവന് ഒരുപാട് കൂട്ടുകെട്ടുകളുണ്ടായിരുന്നു. അന്യദേശ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരും അവൻ്റെ സുഹൃത്തുക്കളായി. ദിവസത്തിൽ പലരും അവനെ അന്വേഷിച്ച് വീട്ടിൽ വരാൻ തുടങ്ങി. തീരെ പരിചയമില്ലാത്ത മുഖങ്ങൾ. ഞങ്ങൾ അറിയാതെ പല ലഹരി പദാർത്ഥങ്ങളും അവൻ ഉപയോഗിക്കാൻ തുടങ്ങി. ചീത്ത കൂട്ടുകെട്ടുകൾ അവനെ ലഹരിയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ മോൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ക്ലാസ് ഇല്ലാത്ത ഒഴിവു സമയത്ത് പോലും അവനെ ഞങ്ങൾക്ക് കിട്ടാറില്ല. മകൻ്റെ മരണക്കുഴി അവസാന നാളുകളിലാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. എൻ്റെ മകനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മയക്കുമരുന്നും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചതിലൂടെയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടു. ഈ ഒരവസ്ഥ ഇനി ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകരുത്. ഇതിൻ്റെ പേരിൽ ഒരിറ്റു കണ്ണീര് പോലും ഇനിയും മണ്ണിൽ വീഴരുത്. हम बुलबुलें हैं इसकी, ये गुलसिता
मजहब नहीं सिखाता आपस में बैर रखना, मजहब नहीं सिखाता आपस में बैर रखना। हिंदी है हम, हिंदी है हम, हिंदी है हम, वतन है हिंदोस्तां हमारा, हमारा सारे जहां से अच्छा हिंदोस्तां हमारा। हम बुलबुले हैं इसकी, ये गुलसितां हमारा, हमारा सारे जहां से अच्छा हिंदोस्तां हमारा, हमारा सारे जहां से अच्छा। കനലെരിയുന്നൊരു ബാല്യത്തിൻ കഥ ചൊല്ലാം ചെവികൊള്ളുക. ചടുലതയാർന്നൊരു ജീവിതം ഉണരാൻ ഒരുമിക്കൂ പ്രിയരേ. എരിപുകയുടെ വിധിയെഴുതണ കളിവിളയാട്ടം, ഇത് മർത്യജന്മ പോർവിളിയുടെ കരവിരുതാട്ടം. എരിയണ കനല് 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 എരിയും ഇവിടം ഒരു ജന്മം, അണയുമഴകിൽ പൂക്കൾ പൂക്കുമതുമൊരു കനവ്. പകരുക നന്മബോധമെന്നുമെന്നും അറിവില്ല ബാല്യത്തിനു ചിറകുറച്ചു പാറുവാനൊരിടമൊരുക്കുക, നമ്മൾ തുണയൊരുക്കുക. എരിപുകയുടെ വിധിയെഴുതണ കളിവിളയാട്ടം, ഇത് മർത്യജന്മ പോർവിളിയുടെ കരവിരുതാട്ടം. വഴി യുദ്ധഭൂമിയാക്കിടുമീ തലമുറയുടെ അലമുറകൾ കേട്ടു കേട്ടു സ്വയമുരുകിടവേ. നിലയുയരണം ഈ ജന്മം, പുകയരുതീ ചെറുബാല്യം, ഒരുമയാർന്നു വളരേണം ഒരു കുടക്കീഴിൽ. നാം ഉണരുക ഈ സുന്ദരമാം അമ്മ ഭൂമിയെ വണങ്ങി, അഴകിൽ പുതുമ നിറയും ഇവിടം സ്വർഗമാക്കിടാം, വള്ളുയിരു കാത്തിടാം. ഒരു കനവ് 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 ജയമുറച്ച പുതുഭൂമിയിൽ അരിയ ചിത്രശലഭമായി ബാല്യ ചിന്തകൾ എന്നും മൂല്യമേകിടാം. എരിപുകയുടെ വിധിയെഴുതണ കളിവിളയാട്ടം, ഇത് മർത്യജന്മ പോർവിളിയുടെ കരവിരുതാട്ടം. എരിയണ കനല് 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 എരിയും ഇവിടം ഒരു ജന്മം, അണയുമഴകിൽ പൂക്കൾ പൂക്കുമതുമൊരു കനവ്. പകരുക നന്മബോധമെന്നുമെന്നും അറിവില്ല ബാല്യത്തിനു ചിറകുറച്ചു പാറുവാനൊരിടമൊരുക്കുക, നമ്മൾ തുണയൊരുക്കുക.